ഞാൻ ഇവിടെ സെക്കൻഡ് ടൈമാണ് വരുന്നത്. കൊറോണയുടെ സമയത്താണ് പൈസയുടെ വിലയ്ക്ക് ഒന്ന് മനസ്സിലാവുന്നത്. ലോൺ എടുത്ത് വീട് വെച്ചിട്ട് ലോൺ അടയ്ക്കാൻ പറ്റാതെ കൊറോണ വന്നിരുന്ന സമയത്ത് ലോക്ക്ഡൌൺ ഒക്കെ വീട്ടിലിരുന്ന സമയത്താണ് ഹസ്ബൻഡിന്റെ വരുമാനം നിലച്ചപ്പോ എന്താണ് പൈസയുടെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കുന്നത് ആ സമയത്താണ്. അതിനുശേഷമാണ് കുറച്ച് പിക്കിന്റെ ഒക്കെ ബിസിനസ്സും സോപ്പിന്റെ ഒക്കെ ബിസിനസ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഈ 10-23 ബൈക്കിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും പോയി ഞാൻ ഡെസ്കായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും സൗജന്യ ട്രെയിനിങ് എന്ന പേരില് ദോശയും ചായ മനസ്സ എന്ന് പറഞ്ഞ ക്ഷീരതോരനൊക്കെ ഉണ്ടാക്കാൻ പഠിച്ച അവസരങ്ങള് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് 28ാം തീയതി ക്ലാസ്സിന് വന്നത്. ഒരു 10 പ്രാവശ്യം വിളിച്ച് ചോദിച്ചിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോയത്. തീർച്ചയായും ഒരു സംരംഭം തുടങ്ങും, ഒരു ബിരിയാണി സെന്റർ തുടങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് സാറിനോട് ഷെയർ ചെയ്തിരുന്നു. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് പോയത്. ഇന്ന് 2ാമത് വീട്ടിലും ക്ലാസ് ഉണ്ട്. ഇന്നലെയാണ് വൈകുന്നേരം ഞാൻ അറിഞ്ഞത്. രാവിലെ വെച്ച് ഞാൻ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെയാണ് ഞാൻ വന്നത്. അത് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് കിച്ചൺ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വന്നതേ ആദ്യം തന്നെ അവിടെ പറഞ്ഞു ഞങ്ങൾക്ക് കിച്ചൺ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്കാണ് പോയത്. ഒരുപാട് കാര്യങ്ങൾ കണ്ടു പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ മെഷർമെന്റ്സിന്റെ കാര്യം, നമ്മളൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്നവരാണ്. ബിരിയാണി ഭ്രാന്തന്മാരും ഒക്കെ ഇതിന്റെ കൂട്ടത്തിലെ ഭ്രാന്തികളൊക്കെ ആയിട്ടുള്ള ആൾക്കാരും ഇരിക്കുന്നുണ്ട്. പലർക്കും പലയിടങ്ങളിലും ബിരിയാണി കഴിച്ചതിന്റെ അവസ്ഥകളും ഇവിടെ പറഞ്ഞ് പലരും കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ബിരിയാണി ഇനിയും കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി വന്നത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടായിരുന്നു. ഫുൾ ഓഫ് ഫുഡ് ആയിരുന്നു, കഴിക്കാൻ ഇനി സ്ഥലമില്ല എന്ന് തോന്നി അത്രയും ഫുഡ് തന്നിട്ടാണ് പറ്റുന്നത്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ്സിനും പോയി നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടപ്പെട്ടപ്പോഴും DP ഒക്കെ ഇട്ടപ്പോഴും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ആ റിപ്ലൈ അനുസരിച്ച് കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ആദ്യമായിട്ട് ഈ ഒരു ഗ്രൂപ്പിലെ മെസ്സേജ് കണ്ടത് ആശിഷ് സാറിന്റെ ട്രെയിനിങ് ഗ്രൂപ്പിലായിരുന്നു. സാറിന് ഒരുപാട് താങ്ക്സ്. ഇതിനൊക്കെ വഴിയൊരുക്കുന്നത് സാറിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്.